ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ദോശ റെസിപ്പിയാണ്. ഇതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അരി അരച്ചെടുത്ത പാടെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം നമ്മൾ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതാദ്യം സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മോർണിംഗിൽ അത് എടുത്തിട്ടുണ്ട്. ഇനി നന്നായി കഴുകി ക്ലീൻ ചെയ്തിട്ട് നമുക്കത് മിക്സിയിലോട്ട് ഇടാം. ഇതിന് മുന്നേ ഈ ചാനൽ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക, ഒരു 1/4 ഗ്ലാസ്. അതിനുശേഷം നന്നായി അരച്ചെടുക്കുക. ഇനി ആ അരച്ചത് ഞാനിതാ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ വേണം. ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി പിഴിഞ്ഞെടുക്കുക. തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നന്നായി അരഞ്ഞു പോവും. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഈ തേങ്ങ നമ്മൾ ഈ ദോശയിലിടും. എക്സ്ട്രാ തേങ്ങ വേണ്ട. അപ്പോൾ നമ്മൾ ആദ്യം ഈ പാല് എടുത്തതിന് ശേഷം ബാക്കി തേങ്ങ നമ്മൾ അരച്ച് വെച്ച മാവിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ആ തേങ്ങ നമ്മൾ മാവിലോട്ട് ഇട്ടിട്ട് നമ്മൾ തേങ്ങ മാറ്റി വെക്കുകയാണ്. ഇനി പാല് നമ്മൾ അരിപ്പ വെച്ച് അരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് എടുക്കാം തേങ്ങ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ്. ഇപ്പം നമ്മളിതാ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ചെറുതാക്കി അരിഞ്ഞത് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ജീരകം ആവശ്യമുണ്ട്, ചെറിയ ജീരകം. നമ്മൾ മോരുകറിയിലേക്കൊക്കെ എടുക്കുന്ന ആ ജീരകം ഇതിലിട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശയുടെ പാൻ വെക്കുക. അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ. എണ്ണ തേച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമ്മളിതാ ഇതുപോലെ ദോശ ഒഴിച്ചു കൊടുക്കുക. കനമില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊന്തിച്ചൊഴിച്ചത്. ഇനി അത് അടച്ചു വെക്കുക. അപ്പോൾ അതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കണം. 2 സൈഡും മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ അതാ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാലിൽ കുറച്ച് ഉപ്പിടുക. അപ്പോൾ നമ്മുടെ ദോശയും തേങ്ങാപ്പാലും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഇവിടെ മീൻകറി ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് മീൻകറിയും ബാക്കി തേങ്ങാപ്പാലും ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.